എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കർണാടകയിലെ കുടക് ജില്ലയിലെ കുശാൽ നഗറിനടുത്ത് ബൈലക്കുപ്പ എന്ന സ്ഥലത്തുള്ള ഒരു ബുദ്ധ ക്ഷേത്രം കാണാനാണ് പോകുന്നത്. ഗോൾഡൻ ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പലരും അവിടെ പോയിട്ടുള്ളതായിരിക്കും. ഈ സ്ഥലം ഇന്ത്യയിൽ ധർമ്മശാല കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ്. 1959 14ാമത് ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യും. അതിനെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കത്തിന് ശേഷം ഒരു യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധം ഉണ്ടായ കാലത്ത് പേമ നോർബു റിംബോച്ചെ എന്ന് പറയുന്ന ഒരു റിംബോച്ചെ ഈ ബൈലക്കുപ്പയിലെത്തുകയും പിന്നീട് കർണാടക സർക്കാർ 1960 അവിടെ ഒരു 3000 ഏക്കർ സ്ഥലം ഇവിടെ സെറ്റിൽമെൻറ്റിനായിട്ട് അനുവദിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഈ ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. നംദ്രോലിംഗ് മൊണാസ്ട്രി എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. 1961 ഈ സെറ്റിൽമെൻറ്റ് ഇവിടെ സ്ഥാപിച്ചത്. 1995 ഇപ്പോഴത്തെ ഗോൾഡൻ ടെമ്പിള് പണി ആരംഭിച്ചിട്ട് 1999 ഇത് ഭക്തർക്കായിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ആദ്യം ഒരു വലിയ ഗ്രൗണ്ടും അതിന് ചുറ്റുമായി കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം. അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഗേറ്റ് വഴി അകത്ത് കയറുമ്പോൾ നമ്മളൊരു പ്രധാനമായിട്ടൊരു കെട്ടിടം കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആ റിംബോച്ചയുടെ ഒരു വലിയ ഫോട്ടോയും സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നല്ല ഒരു ഗ്രൗണ്ടും നല്ല പച്ചപ്പ് പുല്ല് പിടിപ്പിച്ച ഒരു ഗ്രൗണ്ടും ഒക്കെ കാണാം. അതിന് ചുറ്റുമായിട്ട് ഈ മൊണാസ്ട്രിയുടെ കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ ആണ് മൊണാസ്ട്രിയുടെ വിവിധ ഭാഗങ്ങളുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇത് മൊണാസ്ട്രിയുടെ ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ഏകദേശം 16,000-ഓളം അഭയാർത്ഥികളും 600-ലധികം ബുദ്ധ സന്യാസികളും ഇവിടെ ഈ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്നുണ്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു ഹാള് നമുക്ക് കാണാം. ആ കാണുന്ന ഒരു പ്രധാന ക്ഷേത്രത്തിൻ്റെ പ്രധാന ഹാളാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഒരു വലിയ മണി സ്ഥാപിച്ചിട്ടുണ്ട് ആ ഹാളിന് മുന്നിലായിട്ട്. അവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അത് കഴിഞ്ഞ് ഈ പ്രധാന ഹാളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പ്രധാന ഹാളിലാണ് നമുക്ക് കാണാനുള്ള ബുദ്ധൻ്റെയൊക്കെ പ്രതിമകളും ഒക്കെ കാണാനുള്ളത്. ഇതൊരു വലിയ ഹാളാണ്. ചെരുപ്പൊക്കെ പുറമെ അഴിച്ചു വെച്ച ശേഷം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. 3 വാതിലുകളാണുള്ളത്. അതിൽ പ്രധാന വാതിലിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് നേരെ ഒരു വലിയ ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെയാണ് ഇവരുടെ ധ്യാനവും അതുപോലെ പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നത്. ഇന്നിപ്പോൾ ഏതായാലും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഒന്നും സമയമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റും. നമ്മൾ കയറി ചെല്ലുമ്പോൾ 3 വലിയ പ്രതിമകൾ ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് കാണാം. അതിൽ നടുക്കുള്ളത് ബുദ്ധൻ്റെ തന്നെ ഒരു ലോർഡ് ബുദ്ധ എന്ന് പറയുന്ന ബുദ്ധൻ്റെ പ്രതിമയാണ്. അതുപോലെ അതിൻ്റെ വലതുഭാഗത്ത് കാണുന്നത് ലോർഡ് പത്മസംഭവ എന്ന് പറയുന്ന ബുദ്ധൻ്റെ തന്നെ മറ്റൊരു പ്രതിമയാണ്. ഇടതുഭാഗത്ത് കാണുന്നത് അമിതായുസ് എന്ന് പറയുന്നത് ലോർഡ് അമിതായുസ് എന്ന് പറയുന്ന ബുദ്ധൻ്റെ തന്നെ മറ്റൊരു ഭാവമാണത്. ദീർഘായുസ് ഉള്ള ബുദ്ധൻ്റെ ഒരു രൂപം, അതാണ് ലോർഡ് അമിതായുസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 പ്രതിമകൾ കാണാം. ഇത് ചെമ്പിൽ നിർമ്മിച്ച് സ്വർണം പൂശിയിട്ടുള്ളതാണ്. ഏകദേശം നല്ല വലിപ്പമുള്ള പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. ഇന്നിപ്പോൾ അവിടെ ധ്യാനവും പ്രാർത്ഥനയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഹാളിലേക്ക് കയറി അവിടെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കാഴ്ചകൾ കണ്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്ത് പോരാനായിട്ടും പറ്റും. ഇത് ഏകദേശം ഒരു 4 നില കെട്ടിടത്തിൻ്റെ ഉയരമാണ് ഇതിനുള്ളത്. ഇതിന് ചുറ്റുമായിട്ട് അനേകം ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പല ചിത്രങ്ങളും ഇതിന് ചുറ്റുമായിട്ടിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ ഇതിൻ്റെ റൂഫിലും ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. പ്രധാന രൂപമുള്ളത് ബുദ്ധൻ്റെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചെമ്പിൽ നിർമ്മിച്ച് സ്വർണം പൂശിയിട്ടുള്ളതാണ്. അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഭാഗവും പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കണ്ട ആ വലിയ കെട്ടിടവുമുണ്ട്. ഒരു വലിയ കെട്ടിടം നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ കണ്ടിരുന്നു. അവിടെയാണ് റിംബോച്ചയുടെ പടം വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വശത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിന് ഏകദേശം ഒരു 4 നില കെട്ടിടത്തിൻ്റെ ഉയരമാണുള്ളത്. ഇത് മുമ്പിൽ നിന്ന് കണ്ട കെട്ടിടത്തിൻ്റെ ഒരു വശത്ത് നിന്നുള്ള കാഴ്ചയാണിത്. നമ്മളിതിനകത്തേക്ക് കയറുന്നത് ഇതുവഴിയാണ്. ഈ കെട്ടിടത്തിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. ഈ പ്രധാന കെട്ടിടത്തിൻ്റെ അകത്ത് ഒരു പ്രതിഷ്ഠയുണ്ട്. ഇതാണ് ഇവിടെ കാണുന്ന പ്രതിഷ്ഠ. ഇത് ഈ കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അതും വളരെ മനോഹരമായിട്ട് കളർഫുള്ളായിട്ടൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയും വളരെ സൈലൻസ് ആണ്. ഇവിടുത്തെ ശബ്ദം ഉണ്ടാക്കാനൊന്നും പാടില്ല. അവിടെയും ഇടയ്ക്ക് ധ്യാനവും പ്രാർത്ഥനയൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ പക്ഷേ അവിടെ ധ്യാനമൊന്നും പ്രാർത്ഥനയൊന്നും കാണുന്നില്ല. അതിന് പുറകിലായിട്ട് കുറച്ച് ചെറിയ വലിപ്പം കുറഞ്ഞ ബുദ്ധൻ്റെ പ്രതിമകൾ 4 എണ്ണം അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ക്ഷേത്രം കാണാൻ പറ്റും. ഇത് അതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു ക്ഷേത്രമാണ്. ഇതിനുള്ളിൽ നമുക്ക് കയറാം. ഇവിടെയും ചില സംഭവങ്ങളൊക്കെ ചിത്രരൂപേണ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെയാണ് കാണുന്നത്. അധികം വലിപ്പമില്ലാത്തൊരു ഹാളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചില ചിത്രങ്ങളും പ്രതിഷ്ഠയൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ പുറത്തേക്ക് റിപ്ലിക്ക ഓഫ് പയൂൾ മൊണാസ്ട്രി ടിബറ്റിലുള്ള ഒരു മൊണാസ്ട്രിയുടെ ഒരു റിപ്ലിക്ക അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മളിവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ചു. ഇനി ഇവരുടെ തന്നെ ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ കാണാം. ഈ കെട്ടിടത്തിന് പുറത്തായുള്ള ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അനേകം തുണിത്തരങ്ങളും ബാഗും ഇതെല്ലാം ഇവരുടെ തന്നെ കേന്ദ്രങ്ങളിൽ നിർമ്മിക്കുന്നതും പിന്നെ തിബറ്റിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്നതുമാണ്. ഷാളുകളും അതുപോലെ ജാക്കറ്റുകളും പെൺകുട്ടികൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള ഡ്രസ്സുകളും എല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതായിട്ട് കാണാം. അത് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ്. കുറേ കടകൾ അവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ താമസ സൗകര്യവും ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് താമസ സൗകര്യമുണ്ട്. ഒരു റെസ്റ്റോറൻ്റൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഏതായാലും ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇന്നത്തെ കാഴ്ചകൾ മതിയാക്കി നമ്മൾ മടങ്ങിപ്പോരുകയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.